വർഷം 2015. BJP അനുഭാവിയായ ഗജേന്ദ്ര ചൗഹാൻ എന്ന ടെലിവിഷൻ താരത്തെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയോഗിക്കുന്നു. രാഷ്ട്രീയ ബോധമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ അന്നവിടെ ഒരു സമരത്തിന് രൂപം കൊടുക്കുന്നു. വാർത്തകളിൽ ആ സമരവും വിദ്യാർത്ഥികളും നിറഞ്ഞു നിന്നു. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിയെഴുതിയ പായൽ കപാഡിയ എന്ന പെൺകുട്ടിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സമരത്തിന്റെ പേരിൽ പായൽ കപാഡിയക്കെതിരെ FTII അച്ചടക്ക നടപടി സ്വീകരിച്ചു. സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്ന പ്രശാന്ത് പത്രബയുടെ ഓഫീസിനു മുന്നിൽ ധർണയിരുന്നതിന് പായലിനെതിരെ പൂനെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി പായലിന് ലഭിച്ചിരുന്ന ഗ്രാന്റ് FTII വെട്ടിക്കുറച്ചു. 35 കുട്ടികൾക്കെതിരെയാണ് അന്ന് പൂനെ പോലീസ് കേസെടുത്തത്. എന്നാൽ 2021 ജൂലൈ 18-ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രമേളകളിലൊന്നായ കാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മുംബൈയിൽ നിന്നുള്ള ഫിലിം മേക്കറായ പായൽ കപാഡിയ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്ങിന് മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം ഏറ്റുവാങ്ങി. തന്നെ എതിർത്തവർക്കുള്ള ഒരു മധുര പ്രതികാരം എന്നോണം പായൽ എന്ന വാർത്തകളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ അത് ചരിത്രത്തിലേക്കുള്ള നടത്തത്തിന്റെ ആദ്യ പടിയായിരുന്നുവെന്ന് ആ പെൺകുട്ടിയോ ഇന്ത്യൻ സിനിമാ ചരിത്രമോ തിരിച്ചറിഞ്ഞിരുന്നില്ല. ശക്തമായ രാഷ്ട്രീയം ഉൾപ്പെടുന്നതായിരുന്നു പായൽ കപാഡിയയുടെ സിനിമകൾ. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് പായൽ വെള്ളിത്തിരയിലും അവതരിപ്പിച്ചത്. 2024-ൽ 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ പുരസ്കാരമായ ജൂറി ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംവിധായികയായി പായൽ ഇന്ന് ചരിത്രം കുറിക്കുമ്പോൾ BJPയുടെ കലയ്ക്കും കലാകാരനും നേരെ കെട്ടിയ മതിലുകൾ കൂടിയാണ് തകർന്നു പോകുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിലേക്ക് മത്സരിക്കാൻ ഒരു ഇന്ത്യൻ ചിത്രം എത്തുമ്പോൾ അതിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരു വകയുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കനി കുസൃതി, ദിവ്യപ്രഭ, അസീസ് നെടുമങ്ങാട് എന്നിവർ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തണ്ണീർമത്തൻ ഭാഗമായി ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് കനിയും കാനിന്റെ റെഡ് കാർപ്പറ്റിലേക്ക് നടന്നു കയറിയത്. കല ഒരു സംഘപരിവാറിൻ്റെകാരൻ്റെയും തുടയിൽ മുളച്ച രോമവുമല്ല രോമാഞ്ചവുമല്ല എന്ന സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് പായൽ കപാഡിയ പറഞ്ഞു വെക്കുന്നത്. ക്യാമ്പസുകളിലെ കാവ്യവൽക്കരണത്തിനെതിരായി ആദ്യം പ്രതികരിച്ച ക്യാമ്പസുകളിൽ ഒന്നായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ സമരങ്ങളുടെ ഭാഗമായി നിന്ന പായൽ കപാഡിയ ഇന്ന് ഇന്ത്യയുടെ ചരിത്ര വനിതയാകുമ്പോൾ ഏറെ അഭിമാനിക്കേണ്ടതുണ്ട്. വർഗീയത ചെറുക്കുന്ന നമ്മൾ ഓരോരുത്തരും. പായൽ കപാഡിയ ഇന്ത്യൻ ചരിത്രത്തിൽ പായൽ പോലെ തന്നെ പടർന്നു പിടിക്കട്ടെ. എതിർപ്പുകളിൽ തോറ്റുപോകാൻ തുടങ്ങുന്ന പെൺകുട്ടികൾക്ക് അവർ ഒരു മാതൃകയായി മാറട്ടെ. അതുപോലെ മലയാള സിനിമയിൽ പെണ്ണുങ്ങൾ എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് നേടിയ കാൻ ഗ്രാൻഡ് പ്രീ പുരസ്കാരം. പെണ്ണുങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം തുടങ്ങി വെച്ചത്. ആണുങ്ങൾ പിന്നീട് പതിയെ വന്നതാണ്. അതുകൊണ്ട് ചരിത്രം ആദ്യം പെണ്ണുങ്ങളുടേതും പിന്നീട് ആണുങ്ങളുടേതുമായി തിരുത്തപ്പെടണം.